ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോഗ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് 2015 പുറത്തിറങ്ങിയ വെസ്റ്റേൺ ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ദ ഹേറ്റ്ഫുൾ എയ്റ്റ് എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 3 മണിക്കൂർ റൺ ടൈം ഉള്ള ഒരു സിനിമയാണിത്. എന്നാൽ കൂടി നമുക്ക് ഒരു തരി പോലും ബോറടിക്കാത്ത രീതിയിൽ നല്ല ഒരു നോവലൊക്കെ വായിക്കുന്ന ആ ഒരു ഫീല് നമുക്ക് ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. നല്ല തണുപ്പുള്ള ഈ ഒരു ഡിസംബർ മാസത്തില് ഒരു പുതപ്പൊക്കെ പുതച്ചിരുന്ന് കയ്യിലൊരു കട്ടൻ ചായയൊക്കെ ആയിട്ട് കേൾക്കാൻ പറ്റിയ ഒരു മനോഹരമായ കഥയാണ് ദ ഹേറ്റ്ഫുൾ എയ്റ്റ് എന്ന ഈ ഒരു സിനിമ പറയുന്നത്. കഴിഞ്ഞ വീഡിയോയില് നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് വീണ്ടും പറയുന്നത്. ഇതായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻ. ഞാനിപ്പോ കാണിച്ചിട്ടുള്ള ഈ ഒരു സീന് ഏത് സിനിമയിലത്തെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് വെക്കുക. ശരിയായിട്ടുള്ള ഉത്തരം കമന്റ് ചെയ്യുന്നവരിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുത്തിട്ട് ഞാനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് അയക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇതുവരെ കമന്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോന്റെ താഴെ തന്നെ ശരിയായിട്ടുള്ള ഉത്തരം ഒന്ന് കമന്റ് ചെയ്യൂ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും സിനിമാ ഭ്രാന്തന്മാരായിട്ടുള്ള നിങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കണ്ട. ഡിസംബർ 15 ശേഷം ഇറങ്ങുന്ന ഒരു വീഡിയോയിലായിരിക്കും നമ്മൾ ആ ഒരു ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ എങ്ങനെയാ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. നല്ല മഞ്ഞ് പെയ്തു കിടക്കുന്ന ഒരു താഴ്വാരം. അതിവേഗം ഒരു കുതിരവണ്ടി അതിലെ പാഞ്ഞു പോവുകയാണ്. മഞ്ഞുമലകളിൽ ഉണ്ടാകുന്ന അതിശക്തമായ ഒരു കൊടുങ്കാറ്റ്. ഈ ഒരു കൊടുങ്കാറ്റിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വണ്ടിയുടെ കുതിരക്കാരനായിട്ടുള്ള ഓബി വളരെ വേഗത്തിൽ തന്നെ അയാളുടെ കുതിരവണ്ടിയെ പായിക്കുന്നത്. വണ്ടി അങ്ങനെ കുറെ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോഴാണ് റോഡിന് നടുക്കായി ഒരു മനുഷ്യനിരിക്കുന്നത് ഓബി കണ്ടത്. ബൗണ്ടി ഹണ്ടറായ മേജർ മാർക്യൂസ് ആയിരുന്നു അത്. ബൗണ്ടി ഹണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് ദ ഗുഡ്, ദ ബാഡ്, ദ വിയേഡ് എന്ന് പറഞ്ഞ ആ ഒരു സിനിമ എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ഒന്നുകൂടി പറയാം. ഗവൺമെന്റ് തലയ്ക്ക് വിലയിട്ടിരിക്കുന്ന കുറ്റവാളികളെ തിരഞ്ഞ് കണ്ടുപിടിച്ച് അവരെ ഗവൺമെന്റിന് കൈമാറി അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കുന്നവരാണ് ഈ ബൗണ്ടി ഹണ്ടേഴ്സ്. അങ്ങനെ ഒരു ബൗണ്ടി ഹണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ് മേജർ ഈ ഒരു മലനിരകളിൽ എത്തിയത്. തിരിച്ചു പോകുന്ന വഴിക്ക് അദ്ദേഹത്തിന്റെ കുതിരകള് മരിച്ചു പോവുകയുണ്ടായി. അതുകൊണ്ടാണ് മേജർ ഇപ്പോ ഓബിയുടെ ഈ ഒരു കുതിരവണ്ടിക്ക് മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നത്. തൊട്ടു പിന്നാലെ വരുന്ന ഈ ഒരു മഞ്ഞ് കൊടുങ്കാറ്റ് അത് മേജറിനെ നല്ല രീതിയിൽ ഭയപ്പെടുത്തിയിട്ടുണ്ട്. മേജർ പറയാണ്, ഞാൻ റെഡ് റോക്കിലേക്കാണ് പോകുന്നത്, നിങ്ങളും അങ്ങോട്ടേക്കാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, എന്നെയും കൂടി നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നിപ്പോ മേജർ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഓബി പറയാണ്, എന്റെ ഈ ഒരു വണ്ടി വാടകയ്ക്ക് എടുത്തിട്ടുള്ളത് ബാക്കിലിരിക്കുന്ന ആ ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തിന്റെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളെ ഈ ഒരു വണ്ടിയിൽ കയറ്റാനായിട്ട് പറ്റുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ മേജർ ബാക്കോട്ടേക്ക് നടക്കുകയാണ്. മേജറിനെ കണ്ടിട്ട് ആ ഒരു വണ്ടിയിൽ ഇരുന്ന മനുഷ്യൻ അയാളുടെ ഷോട്ട് ഗണ്ണ് ചൂണ്ടിയിട്ട് ഇപ്പൊ പറയാണ്, നിങ്ങളുടെ കയ്യിലുള്ള തോക്കുകൾ ദൂരെ കാണുന്ന ആ ഒരു കല്ലിന് മുകളിൽ കൊണ്ടുവയ്ക്കുക, നിങ്ങളുടെ 2 കൈയും തൊപ്പിക്ക് മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുക, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ഇയാൾ പറഞ്ഞു കേട്ടിട്ട് മേജർ അതുപോലെ തന്നെ ചെയ്യുകയാണ്. ഇപ്പൊ മേജർ നോക്കുന്ന സമയത്താണ് വണ്ടിയിലിരിക്കുന്ന മനുഷ്യനെ മേജറിന് മനസ്സിലാവുന്നത്. ദ ഹാങ് മാൻ എന്നറിയപ്പെടുന്ന ജോൺ റൂത്ത് ആയിരുന്നു അത്. ജോൺ റൂത്തും ഒരു ബൗണ്ടി ഹണ്ടറാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുന്ന ഈ ഒരു ലേഡി ഡെയ്സി, അവളൊരു കൊടും കുറ്റവാളിയാണ്. ഡെയ്സിയെ റെഡ് റോക്കിന്റെ ഷെരീഫിന് കൈമാറി അവളുടെ തലയ്ക്ക് വിലയിട്ടിട്ടുള്ള ബൗണ്ടി $10,000 അത് വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ജോൺ റൂത്ത് ഇപ്പോ റെഡ് റോക്കിലേക്ക് പോകുന്നത്. ജോൺ റൂത്ത് ഡെയ്സിയെ മേജർ മാർക്യൂസിന് ഇപ്പൊ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, $10,000 വിലയുള്ള ഒരു ബൗണ്ടിയാണ് ഇവള്. ഈ ഒരു ബൗണ്ടിയിൽ നിങ്ങൾ കണ്ണുവയ്ക്കാതിരിക്കുകയാണെങ്കിൽ മാത്രം ഞാൻ നിങ്ങളെ ഈ ഒരു വണ്ടിയിൽ കയറ്റാം എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ മേജർ മാർക്യൂസ് ജോണിനോട് പറയാണ്, ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു ബൗണ്ടി ഹണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരു 3 കുറ്റവാളികളുടെ ശവശരീരം എന്റെ വാഗണിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അവരെ ഗവൺമെന്റിന് കൈമാറിയിട്ടുണ്ടെങ്കിൽ $8,000 പ്രതിഫലമായിട്ട് കിട്ടും. അങ്ങനെയുള്ള സമയത്ത് എനിക്കിപ്പോ നിങ്ങളുടെ ഈ ഒരു ബൗണ്ടിയിൽ കണ്ണുവയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്നെ ഈ ഒരു വണ്ടിയിൽ കയറ്റാം എന്നിങ്ങനെ മേജർ മാർക്യൂസ് പറയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഓബി ഇപ്പോൾ വിളിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ സംസാരിച്ച് വെറുതെ സമയം കളയരുത്, നമ്മളുടെ തൊട്ടുവേക്കിൽ വരുന്നത് ഒരു കൊടുങ്കാറ്റാണ് എന്നുള്ളത്. മേജറിന്റെ കയ്യിലുള്ള ആ ഒരു 2 ഗണ്ണുകളും ഓബിയെ ഏൽപ്പിച്ചതിന് ശേഷം നിങ്ങൾ ഈ ഒരു വാഗണിലേക്ക് കയറിക്കോളൂ എന്നിപ്പോ ജോൺ റൂത്ത് പറയാണ്. അങ്ങനെ മേജറിനെ കയറ്റിയിട്ട് ഈ ഒരു വണ്ടി ഇപ്പൊ മുന്നോട്ടേക്ക് പായാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവർ പോകുന്നതിനിടയിൽ ഡെയ്സി മേജറിനോട് വളരെ മോശമായിട്ട് സംസാരിക്കുകയാണ്. അയാളൊരു കറുത്ത വർഗ്ഗക്കാരനാണ് എന്നുള്ളതാണ് ഡെയ്സിക്ക് അയാളിൽ വെറുപ്പുണ്ടാക്കാനുള്ള ഒരു കാരണം. ഒരുപാട് മോശമായിട്ട് ഡെയ്സി ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോ ജോൺ റൂത്ത് അവളുടെ മുഖത്തേക്ക് തന്നെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോ മേജറിന് സന്തോഷമാവുന്നുണ്ട്. ജോൺ റൂത്ത് മേജറിനോട് ചോദിക്കുകയാണ്, ഇതിനു മുന്നേ നമ്മൾ ഒരു ഡിന്നറിൽ വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ആ സമയത്ത് നിങ്ങൾ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എബ്രഹാം ലിങ്കൺ നിങ്ങൾക്ക് ആശംസകൾ നേർന്നിട്ട് ഒരു കത്തയച്ചിട്ടുണ്ട് എന്നുള്ളത്. നിങ്ങൾ അതൊരു നിധി പോലെയാണ് സൂക്ഷിക്കുന്നത് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നിങ്ങൾക്ക് വിരോധം ഇല്ലെങ്കിൽ ആ ഒരു കത്ത് എനിക്കൊന്ന് വായിക്കാനായിട്ട് തരുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഇത് കിട്ടി കഴിഞ്ഞപ്പോ മേജർ പറയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാനതൊരു നിധി പോലെയാണ് സൂക്ഷിക്കുന്നത്. അധികം ഞാനത് ആ ഒരു എൻവലപ്പൊന്ന് പുറത്തെടുക്കാറില്ല. പക്ഷേ നിങ്ങളിപ്പോൾ എന്റെ ജീവൻ രക്ഷിച്ചു, അതുകൊണ്ട് തന്നെ ആ ഒരു കത്ത് നിങ്ങൾക്ക് വായിക്കാനായിട്ട് ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് മേജർ ആ ഒരു കത്ത് ജോൺ റൂത്തിനെ ഏൽപ്പിക്കുകയാണ്. ജോൺ റൂത്ത് ആണെങ്കിൽ വളരെ ആവേശത്തോടെ തന്നെ അയാളുടെ കണ്ണടയൊക്കെ എടുത്ത് വെച്ചിട്ട് വായിക്കാനായിട്ട് റെഡി ആവുന്നുണ്ട്. എന്നിട്ട് ആ ഒരു കത്ത് ഇങ്ങനെ വായിക്കുകയാണ്. കത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ ജോൺ റൂത്തിന് വളരെ സന്തോഷമാവുന്നുണ്ട്. അയാള് മേജറെ നോക്കി ഒന്ന് ചിരിക്കുന്നുണ്ട്.
എന്നിട്ട് ഡെയ്സിയോട് പറയാണ്, നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഡെയ്സി, എബ്രഹാം ലിങ്കൺ നീ അപമാനിച്ച ഈ ഒരു മനുഷ്യന് നേരിട്ട് അയച്ചിട്ടുള്ള ഒരു കത്താണിത്. ഒരുപാട് കത്തുകളിൽ ഒരു കത്ത് മാത്രം. സിവിൽ വാറിന്റെ സമയത്ത് മേജർ എബ്രഹാം ലിങ്കണുമായിട്ട് തോളോട് തോൾ ചേർന്ന് പോരാടിയിട്ടുണ്ട്. എന്നാൽ ഇത് പറഞ്ഞു തീർന്ന അതേ സമയത്ത് തന്നെ മേജറിനെ അപമാനിക്കുന്നതിന് വേണ്ടിയിട്ട് ഡെയ്സി ആ ഒരു കത്തിലേക്ക് കാർക്കിച്ച് തുപ്പുവാണ്. മേജറിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. മേജർ ഡെയ്സിയുടെ മുഖത്തേക്ക് തന്നെ ഒരു അടി കൊടുക്കുന്നുണ്ട്. ഈ ഒരു അടിയുടെ പവറിൽ ഡെയ്സി തെറിച്ചിട്ട് ഈ ഒരു വാഗണിന് പുറത്തേക്ക് പോവാണ്. എന്നാൽ ഡെയ്സി ഓടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ജോൺ റൂത്ത് അവളുടെ കയ്യിലിട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു വിലങ്ങിന്റെ മറുഭാഗം അയാളുടെ കയ്യിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡെയ്സി ഇപ്പൊ പുറത്തേക്ക് വീണ സമയത്ത് ആ ഒരു ഫോഴ്സിൽ ജോൺ റൂത്തും ഈ ഒരു വണ്ടിയിൽ നിന്ന് തെറിച്ചിട്ട് പുറത്തേക്ക് വീഴാണ്. മേജർ ഇപ്പോ ഓബിയെ വിളിച്ച് പറയുന്നുണ്ട് വണ്ടി നിർത്താനായിട്ട്. അങ്ങനെ ആ ഒരു വണ്ടി അവരവിടെ നിർത്തുകയാണ്. മേജർ ഇപ്പൊ ഓടിപ്പോയിട്ട് ജോൺ റൂത്തിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയത്താണ് അവർ കാണുന്നത് അകലെ നിന്നും ഒരാൾ ഇവർക്ക് നേരെ ഓടി വരുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ ജോൺ റൂത്തിന് മേജറിനെ ഒരു ചെറിയ സംശയം വരുന്നുണ്ട്. ഇപ്പൊ മേജറിന്റെ അടുത്ത് ജോൺ റൂത്ത് പറയാണ്, അയാൾ നിങ്ങളുടെ കൂടെയുള്ള ആളാണല്ലേ, ഇതൊക്കെ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നിങ്ങനെ പറയാണ്. ഇപ്പൊ മേജർ പറയാണ്, പ്ലാനോ അങ്ങനെയൊന്നുമില്ല, ഇയാള് എങ്ങനെയെങ്കിലും ഇവിടെ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ഒരാളായിരിക്കും. ഈ ഒരു കൊടുങ്കാറ്റ് വരുന്നത് കണ്ടിട്ട് പേടിച്ചിട്ട് ഇപ്പൊ നമ്മളെ വിളിക്കുന്നതാണ്. എന്തായാലും നമ്മുടെ വാഗണിൽ ഒരാൾക്ക് കൂടി കയറാനായിട്ടുള്ള സ്ഥലമുണ്ടല്ലോ, നമുക്ക് അയാളെ കൂടി കൊണ്ടുപോകാം എന്നിങ്ങനെ മേജർ പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ജോൺ റൂത്ത് പറയാണ്, ഇനിയിപ്പോ നിങ്ങൾക്ക് കൊണ്ടുപോകണമെന്ന് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ മേജർ ഈ ഒരു വിലങ്ങ് നിങ്ങൾ കയ്യിൽ അണിയണം, എന്നാൽ മാത്രമേ അയാളെ നമ്മളെ കൂടെ കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ജോൺ മേജറിന് ഒരു വിലങ്ങെടുത്ത് കൊടുക്കുന്നുണ്ട്. അയാളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് മേജർ ആ ഒരു വിലങ്ങെടുത്തിട്ട് സ്വന്തം കയ്യിൽ അണിയാണ്. അകലെ നിന്നും ഓടി വന്നിട്ടുള്ള ആ ഒരു മനുഷ്യൻ ഇവരുടെ വാഗണിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. മേജർ വന്ന സമയത്ത് ജോൺ റൂത്ത് ചെയ്ത അതേപോലെ തന്നെ ഇപ്പൊ അയാളെ ഗൺ പോയിന്റിൽ നിർത്തിയേക്കാണ്. എന്നിട്ട് അയാളുടെ ഗണ്ണ് ഓബിക്ക് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അയാളോട് പേരും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അയാൾ പറയാണ്, എന്റെ പേര് ക്രിസ് എന്നാണ്, റെഡ് റോക്കിന്റെ പുതിയ ഷെരീഫാണ് ഞാൻ റെഡ് റോക്കിലേക്ക് പോവാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ജോൺ റൂത്ത് അയാളുടെ ഐ ഡി കാണിക്കാനായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ക്രിസിന്റെ അടുത്ത് ഐ ഡി ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ജോൺ റൂത്ത് അത് വിശ്വസിക്കുന്നില്ല. ക്രിസ് പറയാണ്, ഞാൻ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്, അവിടെ ചെന്നിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആ ഒരു ഐ ഡി കിട്ടുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. ക്രിസ് പറയുന്നതൊന്നും ജോൺ വിശ്വസിക്കുന്നില്ല എന്നുണ്ടെങ്കിലും അയാളെ അവസാനം വണ്ടിയിൽ കയറ്റാനായിട്ട് ജോൺ സമ്മതിക്കുകയാണ്. കയറുന്നതിന് മുന്നേ ക്രിസിനൊരു വിലങ്ങിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വിലങ്ങ് കയ്യിലിട്ടാൽ മാത്രമേ നിന്നെ ഈ ഒരു വാഗണിലേക്ക് കയറ്റുള്ളൂ എന്നാണ് ജോൺ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന് നമ്മുടെ ക്രിസ് തയ്യാറല്ലായിരുന്നു. കാരണം ഒരു ടൗണിന്റെ ഷെരീഫ് ആവാൻ പോകുന്ന ക്രിസ് ഒരു വിലങ്ങും ഇട്ടിട്ട് അതേ ടൗണിലേക്ക് തന്നെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവര് തന്നെ കളിയാക്കും എന്നാണ് ക്രിസ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യായം. ജോൺ പറയാണ്, വേറെ ഒരു രക്ഷയില്ല, നിനക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വിലങ്ങിട്ടേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. ക്രിസ് പറയാണ്, ശരി ഞാൻ ഇവിടെ കിടന്നിട്ട് വരുന്ന കൊടുങ്കാറ്റിൽ പെട്ട് മരിച്ചോളാം, പക്ഷെ നിങ്ങളൊരു കാര്യം ഓർക്കണം, നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു മേർഡറാണ്. ഈ കാര്യം പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഗവൺമെന്റ് ശിക്ഷിക്കാതിരിക്കില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കിട്ടി കഴിഞ്ഞപ്പോ ക്രിസിനെ കയറ്റാതിരിക്കാനായിട്ട് ജോണിന് ഒരു നിർവാഹമില്ല എന്നുള്ളത് കൊണ്ട് മേജറിന്റെ കയ്യിലുള്ള ആ ഒരു വിലങ്ങ് ജോൺ അയച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇവര് തമ്മിൽ പുതിയൊരു ഡീൽ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ജോണിന്റെ ബൗണ്ടി $10,000, ആ ഒരു ഡോളർ സംരക്ഷിക്കാനായിട്ട് മേജർ ജോണിനെ ഹെൽപ്പ് ചെയ്യണം, മേജറിന്റെ $8,000 സംരക്ഷിക്കാനായിട്ട് ജോണും അയാളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള രീതിയിൽ അങ്ങനെ ക്രിസിനെയും ഈ ഒരു വാഗണിന്റെ ഉള്ളിലേക്ക് കയറ്റുന്നുണ്ട്. എന്നിട്ട് അവരുടെ യാത്ര ഇങ്ങനെ തുടങ്ങുകയാണ്. ക്രിസിന്റെ അച്ഛനും ഒരു മേജർ ആയിരുന്നു. അയാള് ഈ ഒരു സിവിൽ വാറിന്റെ സമയത്ത് മേജറിന്റെ എതിർച്ചേരിയിലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ അപമാനിക്കുന്നുണ്ട്. ഇപ്പൊ മേജർ ജോണ് കൊടുത്തിട്ടുള്ള ആ ഒരു ഗണ്ണ് അവനെ നേരെ പോയിന്റ് ചെയ്യാണ്. എന്നിട്ട് പറയാണ്, റെഡ് റോക്കിൽ എത്തുന്നത് വരെ ഇതേപോലുള്ള സംസാരങ്ങൾ ഇനി വേണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. കുതിരവണ്ടിക്കാരനായിട്ടുള്ള ഓബിയുടെ കുതിരകളോടുള്ള അലർച്ച നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കേൾക്കാം. അങ്ങനെ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോ ഇവര് അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു സത്രത്തിൽ എത്തിയിട്ടുണ്ട്. 3 ബിൽഡിംഗ് ആയിരുന്നു ടോട്ടൽ അവിടെ ഉണ്ടായിരുന്നത്. സത്രത്തിന്റെ ഒരു മെയിൻ ബിൽഡിംഗ്, കുതിരകൾ കെട്ടിടാനായിട്ടുള്ള ഒരാല, പിന്നീടുള്ളത് ഒരു ടോയ്ലറ്റ് ആണ്. 3 തമ്മിൽ ഒരുപാട് അകലമുണ്ട്. ഇവരവിടെ എത്തിയ സമയത്ത് തന്നെ സത്രത്തിന്റെ കാവൽക്കാരനായിട്ടുള്ള ബോബ് ഓടി വരികയാണ്. ഇപ്പൊ ബോബിന്റെ അടുത്ത് ഓബി കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റ് ആക്കുന്നുണ്ട്. ഇവർക്ക് മുന്നേ ഒരു ടീം അവിടെ വന്നിട്ടുണ്ട് അത്രേ. ഇവരുടെ കൂടെ ഷെയർ ചെയ്തിട്ട് വേണം ഈ ഒരു ടീമിന് നിൽക്കാനായിട്ട്. ഇവർ ഈ ഒരു സത്രത്തിൽ നിൽക്കാനായിട്ട് തന്നെ തീരുമാനിക്കുകയാണ്. ജോൺ റൂത്ത് ഡെയ്സിയെയും കൂട്ടിയിട്ട് ഈ ഒരു സത്രത്തിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഓബിയും മറ്റുള്ളവരും കൂടിയിട്ട് വാഗണിൽ നിന്നും കുതിരകളെ അഴിച്ചിട്ട് ഈ ഒരു ആലയിലേക്ക് കൊണ്ട് കെട്ടിയിടാനായിട്ട് അവരും അങ്ങോട്ട് പോവാണ്. ഇപ്പൊ അവരുടെ കൂടെ സത്രത്തിന്റെ ഉടമയായിട്ടുള്ള ബോബും പോകുന്നുണ്ട്. ജോൺ റൂത്ത് ഈ ഒരു ബിൽഡിങ്ങിന്റെ മുന്നിൽ ചെന്നിട്ട് വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടിട്ട് ഇങ്ങനെ മുട്ടുന്ന സമയത്ത് ചവിട്ടി തുറന്നോളൂ എന്ന് ഉള്ളിലുള്ള ആളുകൾ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. ഇപ്പൊ ഇത് കേട്ടിട്ട് ജോൺ റൂത്ത് ആ ഒരു വാതില് ചവിട്ടി തന്നെ തുറക്കുകയാണ്. ജോൺ റൂത്ത് വാതിൽ തുറന്ന് അകത്തേക്ക് വന്ന അതേ സമയത്ത് തന്നെ നല്ല മരം കോച്ചുന്ന തണുപ്പ് ഈ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് ഇറച്ചി കയറി വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള ആളുകൾ ഇപ്പൊ വാതിൽ അടയ്ക്കാൻ വേണ്ടിയിട്ട് ജോൺ റൂത്തിനോട് പറയാണ്. വാതിൽ അടയ്ക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഈ ഒരു വാതിലിന് കുറ്റി ഉണ്ടായിരുന്നില്ല. അവിടെ വെച്ചിട്ടുള്ള ഒരു ഹാമർ ഉപയോഗിച്ചിട്ട് ഒരു 2-3 മരക്കഷ്ണങ്ങൾ ഈ ഒരു വാതിലും ചേർത്തിട്ട് ഭിത്തിയിലേക്ക് അടിച്ചു വെക്കും. അങ്ങനെയാണ് ഇവർ ഈ ഒരു വാതിൽ അടച്ചു വെക്കുന്നത്. ഇപ്പൊ ജോൺ റൂത്ത് വാതിൽ അടച്ചിട്ട് അകത്തേക്ക് വന്നിട്ടുണ്ട്. പുറത്ത് നല്ല തണുപ്പുള്ള കാലാവസ്ഥയിൽ നിന്നും അകത്തേക്ക് കയറി വന്നതുകൊണ്ട് തന്നെ ജോൺ റൂത്ത് അവിടെ ഒരു ജഗ്ഗിലിരുന്ന കോഫി എടുത്തിട്ട് കുടിക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അതിലുണ്ടായിരുന്ന കോഫി മോശമായി പോയിട്ടുണ്ടായിരുന്നു. പുതിയൊരു കോഫി ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണ്. ഈ ഒരു സമയത്ത് ബിൽഡിങ്ങിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു 3 പേര് അവരിപ്പോ ജോൺ ശ്രദ്ധിക്കുന്നുണ്ട്. അതിലൊരാള് എണീറ്റ് വന്നിട്ട് ജോണുമായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്റെ പേര് വോസ്വൽഡോ മുബ്രായി എന്നാണെന്ന് പറഞ്ഞിട്ട് അയാൾ സ്വയം പരിചയപ്പെടുത്തുകയാണ്. ഗവൺമെന്റിന് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു ഒഫീഷ്യൽ ആരാച്ചാരാണ്
ആരാണെന്ന് കൂടി ഓസ്വാൾ ഇപ്പൊ ജോണിനോട് പറയുന്നുണ്ട്. ജോണിന്റെ കൈയുമായിട്ട് ചേർത്ത് വിലം കിട്ടിട്ടുള്ള ഡേസിയും കൂടി ഓസ്വാൾ കാണുന്നുണ്ട്. ഓസ്വാൾ ഗവൺമെന്റിന്റെ ഒരു എംപ്ലോയി ആയതുകൊണ്ട് തന്നെ ഇവരാരാണ് എന്താണൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ജോൺ കൃത്യമായിട്ട് ആൻസർ കൊടുക്കുന്നുണ്ട്. ഓസ്വാൾ പറയാണ്, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണെന്ന് എനിക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇവരെ പിടിക്കാനുള്ള ആ ഒരു പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ എനിക്ക് കാണിച്ചു തരണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അത് കേട്ടിട്ട് ജോൺ ഓസ്വാളിന് ആ ഒരു പേപ്പർ വർക്ക് ഒക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഓസ്വാൾ ചോദിക്കുന്നുണ്ട്, ജീവനോടെയോ അല്ലാതെയോ പിടിച്ചു കൊടുക്കുന്നവർക്ക് $10,000 ഗവൺമെന്റ് കൊടുക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവരെ ജീവനോടെ തന്നെ കൊണ്ടുപോകുന്നത്? അപ്പോ ജോൺ പറയാണ്, എന്റെ ജോലി എന്ന് പറയുന്നത് ഇവരെ പിടിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. ശിക്ഷ വിധിക്കുന്നതും നടപ്പിലാക്കുന്നതും ഗവൺമെന്റിന്റെ ചുമതലയാണ്. നിയമം കയ്യിലെടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് എന്നെ ദ ഹാങ്മാൻ എന്ന് വിളിക്കുന്നത്. എല്ലാ ബൗണ്ടി ഹണ്ടേഴ്സും നിങ്ങളുടെ മൈൻഡ് സെറ്റിലുള്ള ആളുകളായിരുന്നെങ്കിൽ ഞങ്ങൾക്കും കുറച്ചും കൂടി ജോലിയൊക്കെ കിട്ടിയേനെ എന്നിങ്ങനെ ഓസ്വാൾ ഒരു തമാശയ്ക്ക് പറയുന്നുണ്ട്. ജോൺ റോത്ത് നേരെ പോയത് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു മേശപ്പുറത്ത് എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്തേക്കാണ്. എന്തായാലും നമ്മൾ 3-4 ദിവസം ഈ ഒരു കൊടുങ്കാറ്റ് കഴിയുന്നത് വരെ ഈ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ ഒരുമിച്ച് കഴിയേണ്ടി വരും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ട് വയ്ക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് അയാളെ പരിചയപ്പെടുന്നുണ്ട്. അയാൾ പറയുന്നുണ്ട്, എന്റെ പേര് ജോഗേജ് എന്നാണ്. വരുന്ന ക്രിസ്മസിന് മുന്നേ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോകുന്ന വഴിക്കാണ് ഇങ്ങനെ ഒരു കൊടുങ്കാറ്റ് വരുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജോൺ റൂത്ത് അയാളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെ കണ്ടിട്ട് ക്രിസ്മസിന് അമ്മയെ കാണാൻ പോകുന്ന ഒരു ടൈപ്പ് ഒന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അയാൾ ചിരിച്ചിട്ട് പറയാണ്, ഒരുപാട് വർഷത്തിന് ശേഷം അമ്മയുടെ കൂടെ ക്രിസ്മസ് നാളുകൾ ചെലവഴിക്കാനായിട്ട് പോകുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അതിന്റെ ഒരു സുഖം വേറെ തന്നെയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അയാൾ എന്താണ് എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ജോൺ ചോദിക്കുന്ന സമയത്ത് അയാൾ പറയാണ്, ഞാൻ എന്റെ സ്വന്തം ജീവിതകഥയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നതെന്ന് ജോ ഇങ്ങനെ പറയുന്നുണ്ട്. അവിടെ ഒരു നെരിപ്പോടിന് അടുത്തിരിക്കുന്നുണ്ടായിരുന്ന ജനറൽ സാൻഫ്രോഡിന്റെ അടുത്തേക്കാണ് ജോൺ അടുത്തതായിട്ട് പോയത്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹത്തിന്റെ മകൻ റെഡ് റോക്കിലേക്ക് ഒരു ജോലിക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അയാൾ മരിച്ചുപോയി എന്നുള്ളതാണ് ജനറലിന് കിട്ടിയിട്ടുള്ള വിവരം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരിച്ചുപോയിട്ടുള്ള മകന്റെ ഓർമ്മയ്ക്കായിട്ട് റെഡ് റോക്കില് ഒരു കുഴിമാടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ജനറൽ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ ഓബിയും ക്രിസും അതുപോലെ തന്നെ മേജറും ബോബും കൂടിയിട്ട് പുറത്ത് ആ ഒരു കുതിരകളെ ഇങ്ങനെ കെട്ടിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കുതിരകളെയൊക്കെ കെട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് പോയിക്കോളൂ എന്നിങ്ങനെ ബോബ് പറയുന്നുണ്ട്. അപ്പൊ അത് കേട്ടിട്ട് ഓബിയും ക്രിസും കൂടിയിട്ട് ആ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് പോവാണ്. മേജർ ബോബിന്റെ കൂടെ അവിടെ തന്നെ നിൽക്കുകയാണ്. എന്നിട്ട് ബോബിനോട് പറയാണ്, എന്തായാലും കാറ്റിന്റെ വേഗത ഇപ്പൊ കൂടി വരുന്നുണ്ട്, അതുപോലെ തന്നെ തണുപ്പ് നല്ല രീതിയിലായി വരുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒരു ആലയിൽ നിന്നും മെയിൻ ബിൽഡിംഗിൽ നിന്നും ടോയ്ലറ്റിലേക്കും നമുക്ക് ഒരു കയറ് വലിച്ചു കെട്ടാം. ഈ ഒരു കൊടുങ്കാറ്റ് വന്ന സമയത്തും പുറത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കയറിൽ പിടിച്ചിട്ട് അങ്ങനെ പോവാലോ. ഇപ്പൊ മേജർ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബോബിന് തോന്നുന്നുണ്ട് അത് നല്ലൊരു ആശയമാണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ കയറ് കെട്ടാനായിട്ട് ഇവര് ആ ഒരു ആലയിൽ നിന്നും പുറത്തേക്ക് പോവാണ്. അങ്ങനെ ചില പ്രത്യേകതരം കൊളുത്തുകളൊക്കെ ഉപയോഗിച്ചിട്ട് അവർ ആ ഒരു കയർ അങ്ങനെ വലിച്ചു കിട്ടുന്നുണ്ട്. അപ്പൊ അതിനുശേഷം അവർ വീണ്ടും ആലയിലേക്ക് വന്നേക്കാണ്. ഈ ഒരു സമയത്ത് മേജർ ബോബിനോട് ചോദിക്കുകയാണ്, മിനി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലേഡീന്റെ ആണല്ലോ ഈ ഒരു സത്രം, അവരെവിടെ പോയി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ബോബ് പറയാണ്, ക്രിസ്മസ് വരുന്നതിന് മുന്നേ മിനി അവരുടെ അമ്മേനെ കാണാനായിട്ട് കുറച്ച് ദൂരെയുള്ള ആ ഒരു വീട്ടിലേക്ക് പോയതാണ്. ഈ ഒരു സത്രത്തിന്റെ ചുമതലകള് എന്നെ ഏൽപ്പിച്ചിട്ടാണ് മിനി പോയിട്ടുള്ളത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോ മേജറിന് ചെറിയൊരു സംശയം വരുന്നുണ്ട്. മിനിക്ക് അങ്ങനെ ഒരു അമ്മയുള്ളതായിട്ട് എനിക്ക് അറിയില്ലല്ലോ എന്നിങ്ങനെ മേജർ പറയുന്നുണ്ട്. മുഖത്ത് ഒട്ടും ഭാവ വ്യത്യാസം വരാതെ തന്നെ ബോബ് മേജറിനോട് പറയാണ്, അപ്പോ ഞാൻ നുണ പറയുന്നതാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. മേജർ പറയാണ്, അതല്ല, ഞാൻ ചുമ്മാ ചോദിച്ചോ എന്നേ ഉള്ളൂ. അങ്ങനെ ഈ ഒരു സംസാരമൊക്കെ കഴിഞ്ഞിട്ട് ഇവര് ആ ഒരു മെയിൻ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് പോവാണ്. പുറത്താണെങ്കിൽ നല്ല രീതിക്ക് ഇപ്പൊ മഞ്ഞ് വീണ് തുടങ്ങിയിട്ടുണ്ട്. തണുത്ത കാറ്റാണ് അടിക്കുന്നത്. രണ്ടുപേരും നല്ല രീതിയിൽ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ അവര് ആ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് വന്ന് കയറിയിട്ടുണ്ട്. ഡോർ തുറന്ന അതേ സമയത്ത് തന്നെ അതിശക്തമായിട്ടുള്ള ഈ ഒരു തണുപ്പ് ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് അരച്ച് കയറാണ്. ഉള്ളിലുള്ള ആൾക്കാർ ഇപ്പൊ അലറി വിളിക്കുന്നുണ്ട് ഡോർ അടയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ട്. മേജറും ബോബും കൂടിയിട്ട് ഈ ഒരു ഡോർ അടയ്ക്കുകയാണ്. മേജർ ഇപ്പൊ തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ കാണുന്നത്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയോ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ഫീല് നമ്മുടെ മേജറിന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മേജർ ഇപ്പൊ എല്ലാരെയും സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് നടന്നിട്ട് കോഫിയൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു അടുപ്പിന്റെ അടുത്തേക്ക് എത്താണ്. നല്ല ചൂടുള്ള ഒരു കോഫി മേജർ അവിടെ നിന്ന് എടുത്ത് കുടിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് മേജറിന്റെ കാലില് താഴെ കിടന്നിട്ടുണ്ടായിരുന്ന ഒരു ചുവന്ന മിഠായി ഇങ്ങനെ തടയുന്നുണ്ട്. മേജർ ഇപ്പൊ അതിലേക്ക് തന്നെ ശ്രദ്ധിച്ച് നോക്കുകയാണ്. ഇപ്പോഴാണ് നെരിപ്പോടിന് അരികിലിരിക്കുന്ന ജനറലിനെ ക്രിസ് കാണുന്നത്. അവനിപ്പോ ഭയങ്കര എക്സൈറ്റഡ് ആവുന്നുണ്ട്. കാരണം ഈ ജനറൽ സാൻഫ്രോഡ് അവന്റെ അച്ഛന്റെ കൂടെ ആ ഒരു സിവിൽ വാറിൽ പങ്കെടുത്തിട്ടുള്ള മനുഷ്യനായിരുന്നു. ഇപ്പോ അയാളെ കണ്ട സമയത്ത് ബഹുമാന സൂചകമായിട്ട് ക്രിസ് ഒരു സല്യൂട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജനറലിനെ പരിചയപ്പെടുന്നുണ്ട്. അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബ്ലാങ്കറ്റും ഒരു കോഫിയും ജനറലിന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജനറലിന്റെ അരികിൽ പോയിട്ട് ക്രിസ് ഇരിക്കുകയാണ്. ഇപ്പൊ ജനറലിനോട് പറയുന്നുണ്ട്, എന്റെ അച്ഛനും നിങ്ങളുടെ കൂടെ ആ ഒരു ബാറ്റിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജനറൽ പറയാണ്, എനിക്ക് നിന്റെ അച്ഛനെ ഓർമ്മയില്ല, പക്ഷെ അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഒരു വലിയ സർവീസ് ആണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഈ ഒരു സമയത്താണ് മേജറിനെ ക്രിസ് കാണുന്നത്. ഈ വരുന്ന ഒരു കറുത്ത വർഗ്ഗക്കാരനെ നിങ്ങൾക്ക് മനസ്സിലായോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ജനറൽ പറയാണ്, അയാൾ ഒരു കറുത്ത വർഗ്ഗക്കാരൻ മാത്രമാണ്, അതല്ലാതെ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ജനറൽ സാൻഫ്രോഡും ഭയങ്കര റേസിസ്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. സാൻഫ്രോഡ് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം കേട്ടിട്ട് നമ്മുടെ മേജറിന് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. ഇപ്പൊ മേജർ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ ജനറൽ സാൻഫ്രോഡ് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ അവനൊരു കറുത്ത വർഗ്ഗക്കാരനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മേജറിനെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ മേജറിന് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. മേജർ തോക്കെടുത്തിട്ട് സാൻഫ്രോഡിനെ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇപ്പൊ ആരാചാരായിട്ടുള്ള ഓസ്വാൾഡോ മൊബറായി, ഈ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ ഗൺ ഗെയിം ഒന്നും വേണ്ട, നിങ്ങൾ ഈ ഒരു വയസ്സായ മനുഷ്യനെ ഷൂട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു തൂക്കുകയറി ഞാൻ വാങ്ങിച്ചു തരും, ആ ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരുന്നു എന്നിങ്ങനെ ഓസ്വാൾഡോ മൊബറായി ഇങ്ങനെ വിളിച്ചു പറയാണ്. ഇപ്പൊ ക്രിസും അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് മേജർ തോക്ക് തന്റെ അരയിൽ തന്നെ വെക്കാണ്. ഇപ്പൊ
ഇപ്പോ അവിടെയുള്ള ആളുകൾ 2 ടീമായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. മേജർ മാർക്യൂസ് വാറനും ജോൺ റൂത്തും ഓബിയും പിന്നെ ജോണിന്റെ പ്രിസണർ ആയിട്ടുള്ള ഡെയ്സിയും ഇവരെല്ലാരും കൂടി കോഫിയൊക്കെ വെക്കുന്ന ആ ഒരു ഭാഗത്ത് നിന്നിട്ട് ഇപ്പൊ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജോൺ ഇപ്പൊ പറയാണ്, നമ്മൾ വാഗണിൽ വെച്ചിട്ടുണ്ടാക്കിയ ആ ഒരു നിബന്ധന, എന്റെ 10,000 സേവ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യും, നിങ്ങളുടെ 8,000 സേവ് ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോഴും ആ ഒരു ഡീല് നിലനിൽക്കുന്നുണ്ട് എന്നിങ്ങനെ പറയാണ്. ജോൺ ഇപ്പൊ പറയുന്നുണ്ട്, ഇവിടെയുള്ള ആൾക്കാരുടെ ക്യാരക്ടർ എപ്പോ വേണമെങ്കിലും ചേഞ്ച് ആവാം, അതുകൊണ്ട് തന്നെ അവര് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, അതുകൊണ്ട് നമ്മളായിട്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ജോൺ ഡെയ്സിനെ കൂട്ടിയിട്ട് എല്ലാവർക്കും കാണാൻ ഭാഗത്തിന് ആ ഒരു സത്രത്തിന്റെ നടുഭാഗത്ത് തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പൊ എല്ലാവരോടുമായിട്ട് പറയാണ്, ഇത് ഡെയ്സി ഡാമർഗ്യൂ, $10,000 തലയ്ക്ക് വിലയുള്ള ഒരു കൊടും കുറ്റവാളിയാണ്. എപ്പോഴാണ് സൂര്യൻ ഈ ഒരു മഞ്ഞിന്റെ മറനീക്കി പുറത്തു വരുന്നത്, ആ ഒരു സമയത്ത് ഇവളെ ഞാൻ റെഡ് റോക്കിലുള്ള ഷെറീഫിന് കൈമാറും. എന്നിട്ട് ഇവളുടെ തലയ്ക്ക് ഗവൺമെന്റ് ഇട്ടിട്ടുള്ള ആ ഒരു പൈസ അത് ഞാൻ തന്നെ വാങ്ങും. ആരെങ്കിലും ഇവളെ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയോ എന്നെ ഈ ഒരു ഉദ്യമത്തിൽ നിന്നും പിന്മാറാനായിട്ട് പ്രേരിപ്പിക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരോട് സംസാരിക്കുന്നത് എന്റെ തോക്കുകളായിരിക്കും. ജോൺ പറയാണ്, ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഇപ്പൊ മുന്നോട്ടേക്ക് വരാം എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഇത് കേട്ടിട്ട് ആരും എതിർപ്പൊന്നും പറയുന്നില്ല. എല്ലാരും മിണ്ടാതെ തന്നെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പൊ ജോൺ റൂത്ത് പറയാണ്, ആഹാ, നിങ്ങൾക്ക് ആർക്കും എതിർപ്പില്ലാത്ത സ്ഥിതിക്ക് ഞാൻ കുറച്ച് ലക്കിയാണെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് ജോൺ ഇപ്പൊ മുന്നോട്ടേക്ക് നടന്നു വരുന്നുണ്ട്. എന്നിട്ട് ജോയിനോട് ഒരു പ്രിക്കോഷന് വേണ്ടിയിട്ട് താങ്കളുടെ ഗണ്ണ് എന്നെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ആദ്യമൊന്നും ജോ അതിന് സമ്മതിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ഇപ്പൊ ക്യാപ്റ്റൻ പുറകെ കൂടെ വന്നിട്ട് അയാളുടെ കയ്യിലുള്ള കത്തി എടുത്തിട്ട് ജോയുടെ കഴുത്തിൽ തന്നെ വെക്കുന്ന സമയത്ത് ജോ അവന്റെ ഗണ്ണെടുത്ത് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് പോയത് ഓസ്വാളിന്റെ അടുത്തേക്കായിരുന്നു. ഓസ്വാളും തിരിച്ചൊന്നും പറയാതെ അവന്റെ കയ്യിലുള്ള ഗണ്ണ് ജോണിന് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ഗണ്ണുകളെല്ലാം കൂടി കൊണ്ടുവന്നിട്ട് ജോൺ നേരെ അവിടെ ഉണ്ടായിരുന്ന ഒരു ബക്കറ്റിന്റെ ഉള്ളിലേക്ക് അഴിച്ചു പറിച്ചിടുന്നുണ്ട്. എന്നിട്ട് ഓബിയെ വിളിച്ച് പറയാണ്, ഇത് പുറത്തുള്ള ആ ഒരു ടോയ്ലറ്റിൽ കൊണ്ട് ഇടാൻ വേണ്ടി പറയുന്നുണ്ട്. ഓബി ആ ഒരു ബക്കറ്റ് വാങ്ങിയിട്ട് പുറത്തേക്ക് പോവാണ്. പുറത്താണെങ്കിൽ ഇപ്പൊ നല്ല രീതിക്ക് തണുപ്പായിട്ടുണ്ട്. മഞ്ഞ് വന്നിങ്ങനെ മൂടിയിട്ട് ആ ഭാഗം മുഴുവനും ഇപ്പോ ഇരുട്ടിലാണുള്ളത്. ഓബി അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു റാന്തലിന്റെ വെളിച്ചത്തില് ടോയ്ലറ്റിന്റെ ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ പോവാണ്. എന്നിട്ട് ഈ ഒരു തോക്കുകൾ അവിടെ കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. അകത്തിപ്പോ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ആ ഒരു കൊടും തണുപ്പത്ത് നല്ല ആവി പറക്കുന്ന സ്റ്റൂ അവരിങ്ങനെ പാത്രങ്ങളിലേക്ക് ഒഴിക്കുകയാണ്. അവർ ടേബിളിന്റെ മുകളിൽ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഡെയ്സിന്റെ കയ്യിലുണ്ടായിരുന്ന വിലങ്ങ് ജോൺ റൂത്ത് കഴിക്കാനായിട്ടും എല്ലാം അഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും തന്നെ അവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സമയത്താണ് ആ ഒരു വാതിലും ചവിട്ടി പൊളിച്ചുകൊണ്ട് നമ്മുടെ ഓബി അകത്തേക്ക് വന്നിട്ട് വീണിട്ടുണ്ട്. എന്നിട്ട് വിറച്ചോണ്ട് അവൻ എണീറ്റ് വന്നിട്ട് പറയാണ്, ഇനി എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു തണുപ്പത്തേക്ക് ഞാൻ ഇങ്ങനെ പോയില്ലെന്ന് ഓബി ഇങ്ങനെ വിറച്ചോണ്ട് പറയുന്നുണ്ട്. അവന്റെ ശരീരം മുഴുവനും ഇങ്ങനെ ഫ്രീസ് ആയി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓബി ഇപ്പൊ അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പുതപ്പെടുത്ത് പുതച്ചിട്ട് നേരെ നരിപ്പോടിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കൂഞ്ഞി കൂടി കിടക്കാണ്. ഇപ്പൊ ക്രിസ് ഒന്ന് ചോദിക്കുന്നുണ്ട്, ഓക്കെ ആണോ ഓബി, കുഴപ്പമൊന്നുമില്ലല്ലോ? ഓബി പറയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ കുറച്ച് നേരം അവിടെ കിടക്കട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിന്റെ തൊട്ട് പുറകില് ജോ വന്നിട്ട് ചോദിക്കുകയാണ്, കുറച്ച് ചൂടുള്ള സ്റ്റൂ എടുക്കട്ടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഈ ഒരു തണുപ്പൊന്ന് മാറിയിട്ട് ഞാൻ വരാന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാവരും കൂടി കൂടിയിട്ട് ഒരു ടേബിളിന് ചുറ്റും വരുന്നിട്ട് നല്ല ആവി പറക്കുന്ന ആ ഒരു സ്റ്റൂ ഇങ്ങനെ ചൂടോടെ കോരി ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുകയാണ്. എബ്രഹാം ലിങ്കൺ മേജറിനെ അയച്ചിട്ടുള്ള ഒരു കത്ത് ഇയാളുടെ കയ്യിലുണ്ട് എന്ന് പറയുന്നത് കേട്ടു, അത് ശരിയാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ജോൺ ഇപ്പൊ പറയുന്നുണ്ട്, ആ അത് ശരിയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ക്രിസ് വീണ്ടും ചോദിക്കുകയാണ്, അത് ഫേക്ക് ആയിട്ടുള്ള ഒരു കത്തല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അയാൾ പറയുന്നുണ്ട്, ആ അതെ. ക്രിസ് നേരെ മേജറിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുകയാണ്, അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള എബ്രഹാം ലിങ്കൺ അയച്ചിട്ടുള്ള ഒരു കത്താണോ അത്? മേജർ ആണെങ്കിൽ എസ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ആ ഒരു എബ്രഹാം ലിങ്കൺ തന്നെയല്ലേ? അതെ, ശരിക്കും എബ്രഹാം ലിങ്കൺ തന്നെയാണോ എന്നിങ്ങനെ ഒരുപാട് കുത്തി കുത്തി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നിങ്ങളെ പോലുള്ള ഒരാൾക്ക് എബ്രഹാം ലിങ്കൺ കത്തയച്ചു എന്നുള്ളത് ഞാൻ വിശ്വസിക്കണം അല്ലേ? ഇപ്പൊ മേജർ ചിരിച്ചിട്ട് പറയാണ്, ആ ഒരു കത്ത് കയ്യിലുണ്ടെങ്കിൽ മണ്ടന്മാരായിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ റെസ്പെക്ട് എനിക്ക് കിട്ടും എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ക്രിസിന് നല്ല രീതിയിൽ ചിരി വരുന്നുണ്ട്. ക്രിസ് കിടന്നിപ്പോ ഉറക്കെ ചിരിക്കുകയാണ്. ജോൺ ആണെങ്കിൽ നല്ല കലിപ്പ് വരുന്നുണ്ട്. മേജർ ഇപ്പം എല്ലാം അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു അടുപ്പിന്റെ അടുത്ത് പോയിട്ട് വേറൊരു പാത്രത്തിലേക്കും കൂടി സ്റ്റൂ ഇങ്ങനെ കോരി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സ്റ്റൂ ആയിട്ട് നേരെ പോയത് ജനറലിന്റെ അടുത്തേക്കായിരുന്നു. എന്നിട്ട് ജനറലിന് ആ ഒരു സ്റ്റൂ കൊടുക്കുകയാണ്. ജനറൽ ഒന്ന് സംശയിക്കുന്നുണ്ടെങ്കിലും അയാൾ അത് വാങ്ങുന്നുണ്ട്. ഇപ്പോ ജനറലിന്റെ നേരെ മുന്നിലുള്ള ആ ഒരു കസേരയില് മേജർ അങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് അവർ ആ ഒരു യുദ്ധത്തിന്റെ കാര്യമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ മേജർ ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങളുടെ മകൻ അവൻ മരിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയോ? ഭയങ്കര ആകാംക്ഷയോടെ മേജറിനെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. മേജറും അല്ലേ അവിടെ നിന്ന് എണീറ്റ് പോവാനായിട്ട് തുടങ്ങുകയാണ്. മേജറിന്റെ കയ്യിലേക്ക് ഇങ്ങനെ ജനറൽ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എന്റെ മകൻ അവൻ എങ്ങനെ മരിച്ചതെന്ന് നിങ്ങൾക്ക് അറിയോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. മേജർ ഇപ്പൊ ഭയങ്കര ക്രൂവലായിട്ടൊരു ചിരിച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ജനറലിനോട് പറയാണ്, അവൻ എങ്ങനെയാ മരിച്ചതെന്നും അവൻ മരിച്ച ദിവസം എന്താണെന്നും എനിക്ക് കൃത്യമായിട്ട് അറിയാന്ന് പറയുന്നുണ്ട്. മേജറിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഗൺ എടുത്തിട്ട് ജനറൽ സാൻഫ്രോഡ് ഇരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് വെക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് മുന്നോട്ടേക്ക് നടക്കുകയാണ്. ഇപ്പൊ ജനറൽ വീണ്ടും മേജറിനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് മരിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. ക്രിസ് ആണെങ്കിൽ ഇപ്പൊ അവിടുന്ന് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങളെ പ്രവോഹിക്കാൻ വേണ്ടിയിട്ടാണ് മേജർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അത് മൈൻഡ് ചെയ്യേണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ജനറലിനാണെങ്കിൽ അയാളുടെ മകന്റെ ബോഡി പോലും കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ആകാംക്ഷയോടെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇപ്പൊ മേജർ പറയാണ്, അവൻ അവസാനമായിട്ട് കണ്ടത് എന്നെയാണ്, കാരണം അവനെ കൊന്നത് ഞാനാണ്. നല്ല മഞ്ഞ് പെയ്യുന്ന ഒരു സമയത്താണ് ജനറൽ നിങ്ങളുടെ മകൻ റെഡ് റോക്കിലേക്ക് വന്നത്. അവനും നിങ്ങളെപ്പോലെ തന്നെ നല്ലൊരു റൈസിസ്റ്റ് ആയിരുന്നു.
ഒരുപാട് എന്നോട് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് എന്താ ചെയ്തതെന്നറിയോ? തോക്ക് ചൂണ്ടിയിട്ട് അവന്റെ ഡ്രസ്സ് മുഴുവൻ അഴിച്ചു വാങ്ങി. ശരീരത്തിൽ ഒരു തരി തുണി പോലും ഇല്ലാതെ ഞാൻ അവനെ ഒരുപാട് ദൂരം നല്ല തണുത്തുറഞ്ഞു കിടക്കുന്ന ആ ഒരു മഞ്ഞുമലയിൽ കൂടെ ഞാനിങ്ങനെ നടത്തിച്ചു. നിങ്ങൾക്കറിയോ, ആ ഒരു സമയത്ത് അവനൊരു പുതപ്പ് മാത്രമാണ് ആവശ്യമുണ്ടായിരുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവൻ ചെയ്തു. ഇത് കേട്ടിട്ട് ജനറലിനാണെങ്കിൽ നല്ല രീതിയിൽ ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട്. അവസാനം ഈ ഒരു കഥ കേട്ട് സഹിക്കാൻ വയ്യാതെ ജനറല് ആ ഒരു മേശപ്പുറത്തിരുന്ന ഗൺ എടുത്തിട്ട് മേജറിനെ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ മേജർ തന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗൺ എടുത്തിട്ട് ജനറൽ സാൻഫ്രോഡിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ട്. ഇപ്പോൾ ആർക്കും ഒന്നും പറയാനായിട്ടുണ്ടായിരുന്നില്ല. കാരണം സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ടാണ് മേജർ അയാളെ കൊന്നത് എന്ന് വാദിച്ചിട്ട് മേജറിന് ഏത് തൂക്കുകാരനും സിമ്പിളായിട്ട് ഊരിപ്പോരാം എന്നുള്ളത് മറ്റുള്ളവർക്ക് നന്നായിട്ട് അറിയായിരുന്നു. അങ്ങനെ ജനറലിന്റെ ആ ഒരു ശവശരീരം ക്രിസും ഓബിയും കൂടി എടുത്ത് പുറത്തു കൊണ്ടിട്ടാണ്. മേജർ ജനറൽ സാൻഫ്രോഡിനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വേറൊരു കാര്യം കൂടി അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അടുപ്പിന് മുകളിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കോഫി മഗ്ഗിലേക്ക് ആരോ ഒരു ബോട്ടിൽ വിഷം കൊണ്ടൊഴിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം ഡെയ്സി മാത്രമാണ് കണ്ടത്. ഡെയ്സി ഇത് മറ്റാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഇരിക്കുന്നുണ്ടായിരുന്ന ഒരു ഗിറ്റാർ എടുത്തിട്ട് അവളിങ്ങനെ അതിൽ മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മ്യൂസിക് കേട്ടുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ എവിടെയായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ജോൺ റൂത്ത് നേരെ നടന്നു പോയിട്ട് ആ ഒരു കോഫി മഗ്ഗിൽ നിന്നും ഒരു കപ്പ് കോഫി എടുത്തുകൊണ്ട് ഡെയ്സിയുടെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഡെയ്സിയുടെ മ്യൂസിക്കും കേട്ട് ജോൺ ഇപ്പോൾ ആ ഒരു കോഫി ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെയ്സിക്ക് ഇപ്പോൾ സന്തോഷമാവുന്നുണ്ട്. അവൾ ഇടയ്ക്കിടയ്ക്ക് ജോണിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ജോണിന് എന്തോ സംശയം തോന്നിയിട്ട് ഡെയ്സിയെ വീണ്ടും അയാളുടെ കയ്യിലേക്ക് ആ ഒരു കഫ് ഉപയോഗിച്ചിട്ട് ലോക്ക് ചെയ്യാണ്. ഡെയ്സിക്ക് ഇപ്പോൾ ഒരുപാട് ദേഷ്യം വന്നിട്ട് തന്നെ പറയാണ്, എന്തായാലും അധിക നേരം നിങ്ങളില്ലല്ലോ, അതുകൊണ്ട് താൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ജോണിന് എന്തോ ഒരു ഫീൽ വരുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ജോണും അല്ലേ ചുമയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അയാൾ ചുമച്ചിട്ട് ആ ഒരു ടേബിളിന്റെ മുകളിലേക്ക് ഇങ്ങനെ ബ്ലഡ് തുപ്പാണ്. ഇതൊക്കെ കണ്ടിട്ട് ഡെയ്സി സന്തോഷത്തോടെ അവനെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. എന്തോ തെറ്റായിട്ട് ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് ജോണിന് മനസ്സിലായിട്ടുണ്ട്. ജോണ് പിന്നെയും ചോര ഛർദ്ദിക്കുകയാണ്. ഈ ഒരു സമയത്ത് തന്നെ ആ ഒരു കോഫി കുടിച്ചിട്ടുള്ള ഓബിയും ഇപ്പൊ ഛർദ്ദിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞപ്പോ ജോണിന് മനസ്സിലായി കോഫിയിൽ ആരോ വിഷം ചേർത്തിട്ടുണ്ട് എന്നുള്ളത്. ജോൺ ഇപ്പോ ഉറക്കെ വിളിച്ചു പറയാണ് കോഫിയിൽ വിഷം ചേർത്തിട്ടുണ്ട് എന്നുള്ളത്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഈ ഒരു കാര്യമൊന്നും അറിയാതെ ആ ഒരു മഗ്ഗിന്ന് കുറച്ച് കോഫി എടുത്തിട്ട് കുടിക്കാനായിട്ട് തുടങ്ങുന്ന ആ ഒരു സമയത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഇപ്പൊ ജോൺ പറയുന്നത് കേട്ടിട്ട് ക്രിസ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കോഫി ദൂരേക്ക് വലിച്ചെറിയാണ്. ഡെയ്സിക്ക് ഈ ഒരു കാര്യമൊക്കെ അറിയാന്നുള്ളത് ജോണിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡെയ്സിയെ നല്ല രീതിയിൽ ജോണിട്ട് ഇടിച്ചോണ്ടിരിക്കുകയാണ്. ഇടിച്ചിട്ട് അവളുടെ വായിന്ന് ഒരു പല്ല് വരെ തെറിച്ചു വരുന്നുണ്ട്. എന്നാലും അവൾ അവിടെ കിടന്ന് ഇങ്ങനെ ചിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ ജോൺ അവളുടെ മുഖത്തേക്ക് തന്നെ ഛർദ്ദിക്കുന്നുണ്ട്. ഇത്രയായിട്ടും ഡെയ്സിക്ക് ഒരു കുലുക്കം ഉണ്ടായിരുന്നില്ല. അവൾ വീണ്ടും ജോണിന്റെ മുഖത്ത് നോക്കി അങ്ങനെ ചിരിക്കുകയാണ്. ഇപ്പൊ ജോൺ നോക്കുന്ന സമയത്ത് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗണ്ണ് ഡെയ്സി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ജോണിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. ഇതേ സമയത്ത് തന്നെ ഓബിയും അവിടെ മരിച്ചു വീണിട്ടുണ്ടായിരുന്നു. ഡെയ്സി അവളുടെ ശരീരത്തിന് മുകളിലായിട്ട് വീണ് കിടക്കുന്ന ജോണിനെ ഇങ്ങനെ തള്ളി നീക്കുന്നുണ്ട്. എന്നിട്ട് അവൻ നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ നമ്മുടെ മേജർ വന്നിട്ട് ഡെയ്സിയുടെ തലയിലേക്ക് ആ ഒരു തോക്ക് ഇങ്ങനെ ചൂണ്ടുന്നുണ്ട്. എന്നിട്ട് അവളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ഗണ്ണ് മേജർ ഇപ്പൊ വാങ്ങി വെക്കുകയാണ്. ഈ ഒരു സമയത്ത് മറ്റുള്ള ആളുകളുടെ ആരുടെയും കയ്യിൽ തോക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മേജർ ബാക്കിയുള്ള എല്ലാരെയും ഗൺ പോയിന്റിൽ നിർത്തിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ചുമരന്റെ മുന്നിലായിട്ട് ഇങ്ങനെ നിരത്തി നിർത്തിയേക്കാണ്. എന്നിട്ട് ക്രിസിനെ വിളിച്ചിട്ട് അവന്റെ കയ്യിലേക്ക് ഡെയ്സിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ആ ഒരു ഗണ്ണ് കൊടുക്കാണ്. ഈ ഒരു കോഫിയിൽ വിഷം ചേർത്തത് നീയല്ല എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ഇതൊന്നും അറിയാത്തത് കൊണ്ടാണ് നീ ആ ഒരു കോഫി എടുത്ത് കുടിക്കാനായിട്ട് തുടങ്ങിയത്. അതുകൊണ്ട് എനിക്ക് നിന്റെ വിശ്വാസമാണെന്ന് മേജർ ക്രിസിനോട് പറയുന്നുണ്ട്. ഇപ്പൊ മേജർ അതിലിങ്ങനെ നടക്കാണ്. എന്നിട്ട് ചുമരിന്റെ മുന്നിലായിട്ട് ചാരി നിൽക്കുന്ന ആ ഒരു 3 പേരില് ബോബിനെ വിളിച്ചിട്ട് മേജർ പറയാണ്, എനിക്ക് ഇവിടെ വന്നത് മുതൽ സംശയം ഉണ്ടായിരുന്നു. നിനക്കറിയോ, ഈ ഒരു സത്രത്തിന്റെ ഉടമയായിട്ടുള്ള മിനിയെ എനിക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു. ഇനി എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അവൾ അവളുടെ സത്രം വിട്ടിട്ട് പുറത്തേക്ക് പോകാറുണ്ടായിരുന്നില്ല. കുറച്ച് നാളുകൾക്ക് മുന്നേ ആ ഒരു ബാറിന്റെ മുന്നിലായിട്ട് അവൾ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഈ സത്രത്തിന്റെ ഉള്ളിലേക്ക് ഡോഗ്സിനും മെക്സിക്കൻസിനും പ്രവേശനമില്ല എന്നുള്ളത്. അത്രയും അധികം മെക്സിക്കൻസിനെ വെറുക്കുന്ന മിനി അവളുടെ പ്രിയപ്പെട്ട ഈ ഒരു സത്രം അതിന്റെ ചുമതല മെക്സിക്കൻ ആയിട്ടുള്ള നിന്നെ ഏൽപ്പിച്ചിട്ട് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വിശ്വസിക്കണം അല്ലേ? ആ ഒരു നരിപ്പോടിനരികിലിരിക്കുന്ന 2 ചെയറുകൾ, അതിലൊന്ന് സ്വീറ്റ് ഡേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനുഷ്യൻ എപ്പോഴും ഇരിക്കുന്ന ആ ഒരു ചെയറാണ്. ആ ഒരു ചെയറിൽ മറ്റാരും ഇരിക്കാറുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഇവിടെ വന്ന സമയത്ത് കണ്ടത് ആ ഒരു ചെയറിൽ ഓസോൾ ഇരിക്കുന്നതാണ്. പിന്നെ ഈ ഒരു സത്രത്തിന്റെ വാതിൽ അതിന്റെ കുറ്റി ആരോ ഇളക്കി മാറ്റിയിട്ടുണ്ട്. ലോക്കിന് മുന്നിലായിട്ട് കണ്ടിട്ടുള്ള ആ ഒരു ബുള്ളറ്റിന്റെ പാടുകൾ, ഇത്രയും കാര്യങ്ങൾ കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളത്. നിങ്ങളിൽ ആരോ ഒരാൾ ഡെയ്സിയെ ഇവിടുന്ന് രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതാരാണെന്ന് നിങ്ങൾ വേഗം പറയുന്നതാണ് നല്ലത്. ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മേജറും അല്ലേ ബോബിന്റെ അടുത്തേക്ക് നടന്നു പോകുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് അയാളുടെ കണ്ണെടുത്തിട്ട് ബോബിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ട്. ഇത് കണ്ടിട്ട് മറ്റുള്ളവരെല്ലാരും ഭയന്ന് വിറച്ചങ്ങനെ നിൽക്കുകയാണ്. മേജർ അവിടെ നിന്ന് മെല്ലെ നടന്നിട്ട് പറയാണ്, ആ ഒരു മഗ്ഗില് പോയിസൺ ഒഴിച്ചിട്ടുള്ളത് ബോബല്ല. ഞാൻ ജനറലിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് അയാൾ ആ ഒരു പിയാനോയുടെ മുന്നിൽ നിൽക്കുകയായിരുന്നു. അത് ഞാൻ വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ബോബല്ല പോയിസൺ ചെയ്തതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു മഗ്ഗിൽ പോയിസൺ ഒഴിച്ചത് നിങ്ങൾ 2 പേരില് ആരാണെന്നുള്ളത് മര്യാദയ്ക്ക് പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് മേജർ നടന്നു പോയിട്ട് ആ ഒരു പോയിസൺ ആയിട്ടുള്ള
കോഫി മഗ് എടുത്ത് കൈ പിടിക്കുകയാണ്. എന്നിട്ടിപ്പോ ഡെയ്സിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ മര്യാദയ്ക്ക് ആരാ എന്നുള്ളത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ മഗ്ഗിലുള്ള മുഴുവൻ കോഫിയും ഞാൻ അവളുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കും. അവള് ചോര തുപ്പിച്ചാവുന്നത് നിങ്ങൾക്ക് കാണണ്ട എന്നുണ്ടെങ്കിൽ വേഗം പറഞ്ഞോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഡെയ്സിക്ക് ഇപ്പൊ നല്ല രീതിയിൽ ടെൻഷൻ ആവുന്നുണ്ട്. മേജർ അവളുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങിയ അതേ സമയത്ത് തന്നെ ഡെയ്സി എന്റെ ഗേൾഫ്രണ്ട് ആണ്, ദയവീത് അവളെ ഒന്നും ചെയ്യരുത് എന്നിങ്ങനെ ജോ വിളിച്ച് പറയുന്നുണ്ട്. എനിക്ക് ആദ്യം മുതലേ തന്നെ അറിയാമായിരുന്നു അത് നീയാന്നുള്ളത് എന്നിപ്പോ ക്രിസ് പറയുന്നുണ്ട്. മേജർ അയാളുടെ തോക്കിൽ കൈവച്ച അതേ സമയത്ത് തന്നെ മേജർ നിൽക്കുന്നതിന്റെ തൊട്ടടിയിലേക്ക് ക്യാമറ ഇപ്പോ താന്നിങ്ങനെ വരികയാണ്. ആ ഒരു ബിൽഡിങ്ങിന്റെ അടിയിലായിട്ട് ഒരു ബേസ്മെന്റ് ഉണ്ടായിരുന്നു. ഈ ഒരു ബേസ്മെന്റിൽ മറ്റൊരാൾ നിൽക്കുന്നുണ്ട്. അയാളുടെ ഗണ്ണെടുത്തിട്ട് അവിടുന്ന് മേജറിനെ ഷൂട്ട് ചെയ്യണം. മേജർ ഇപ്പോ നിലത്തേക്ക് വീണിട്ടുണ്ട്. വേദന കൊണ്ട് മേജർ കിടന്നിങ്ങനെ പൊളയാണ്. എന്നാൽ ഇതൊക്കെ കണ്ടിട്ട് ക്രിസ് അവിടെ തരിച്ചങ്ങനെ നിൽക്കുകയാണ്. ഓസ്വാള് അവന്റെ കോട്ടിന് പിന്നിലായിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഗണ്ണ് പുറത്തെടുത്തിട്ട് ക്രിസിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ക്രിസ് ഇപ്പൊ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഓസ്വാളിനെ കാണുന്നുണ്ട്. ക്രിസ് ഇപ്പോ ഓസ്വാളിനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും തെറിച്ച് നിലത്തേക്ക് വീഴാണ്. ക്രിസ് നിലത്തിരുന്നുകൊണ്ട് ജോയുടെ നേരെ തോക്ക് ചൂണ്ടുന്നുണ്ട്. പക്ഷേ ജോയുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജോ ഇപ്പൊ മുകളിലേക്ക് കൈ പൊക്കി പിടിക്കുകയാണ്. ഇപ്പൊ ജോയെ തന്നെ നോക്കിയിട്ട് ക്രിസ് അങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു സീൻ ഇവിടുന്ന് കട്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നത് അതേ ദിവസം രാവിലെ മിനിയുടെ ആ ഒരു സത്രത്തിലേക്ക് ഒരു കുതിരവണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. 6 ഹോഴ്സ് ജോണി ആയിരുന്നു അത്. 6 കുതിരകളെ പൂട്ടിയിട്ടുള്ള ഈ ഒരു കുതിരവണ്ടി കൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് അവളെ 6 ഹോഴ്സ് ജോണി എന്ന് വിളിക്കുന്നത്. അവളിപ്പോ മെല്ലെ ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു സത്രത്തിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അവിടെ ഉണ്ടായിരുന്ന മിനിയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. എന്റെ കൂടെ ഒരു 4 പേര് വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഇവിടെ ഇന്നൊരു ദിവസം സ്റ്റേ ചെയ്യാനായിട്ട് പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ മിനി അവളുടെ അടുത്ത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ സംസാരിക്കുകയാണ്. എന്നിട്ടിപ്പോ അവരോട് വരാനായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു 4 പേരും സത്രത്തിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നടന്നു വരികയാണ്. അത് മറ്റാരും ആയിരുന്നില്ല, നമ്മളവിടെ നേരത്തെ കണ്ടിട്ടുള്ള ഓസ്വാൾഡ് മൊബ്രായ്, ജോ ഗേജും ബോബും പിന്നെ അവരുടെ കൂടെ ആ ഒരു ബേസ്മെന്റിൽ ഉണ്ടായിരുന്ന ജോഡിയും ഇവർ 4 പേരുമായിരുന്നു അത്. ഇവരിപ്പോ മിനിയെ പരിചയപ്പെടുന്നുണ്ട്. റിപ്പോർട്ടിനരികിലായിട്ടുണ്ടായിരുന്ന ആ ഒരു ചെയറിൽ മേജർ പറഞ്ഞ പോലെ സ്വീറ്റ് ഡേവും അയാളുടെ കൂടെ ചെസ് കളിച്ചുകൊണ്ട് ജനറൽ സാൻഫ്രോഡും ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഓരോ ആളുകളുടെ കൂടെയും ഈ വന്നിട്ടുള്ള 4 പേര് ഓരോരുത്തരായിട്ട് പോയി നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഒരേ സമയത്ത് തന്നെ എല്ലാരെയും വെടിവെച്ച് കൊല്ലാണ്. ജനറൽ സാൻഫ്രോഡിനെ മാത്രം അവരൊന്നും ചെയ്യുന്നില്ല. കാരണം ഇവരിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സീനിന് ജനറൽ സാൻഫ്രോഡ് കുറച്ചും കൂടി ഒറിജിനാലിറ്റി നൽകും എന്നുള്ളത് കൊണ്ട് മാത്രമായിരുന്നു അത്. ജൂഡി പോയിട്ട് ജനറലിനോട് പറയുന്നുണ്ട്, എന്റെ പേര് ജൂഡി, ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് എന്റെ സഹോദരിയായ ഡെയ്സിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവളെ ജോൺ റൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബൗണ്ടി ഹണ്ടർ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഡെയ്സിയെ റെഡ് സ്റ്റോണിലേക്ക് തൂക്കിക്കൊല്ലാനായിട്ട് കൊണ്ടുപോവാണ്. പക്ഷേ എന്ത് വില കൊടുത്തും ഞാനത് തടയും. അതിനു വേണ്ടിയിട്ടാണ് ജനറൽ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ജോൺ റൂത്ത് വരുമ്പോ ഒരു അവസരത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കും. അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അയാളെ കൊന്നിട്ട് ഡെയ്സിയെ രക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്ലാന്. നിങ്ങളെ ഞങ്ങൾ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല. അവർ വരുന്ന സമയത്ത് ഒന്നും മിണ്ടാതെ നിങ്ങൾ ഈ ഒരു ചെയറിൽ തന്നെ ഇരുന്നാൽ മതി. വേറെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഈ ഒരു ഡീലിന് സമ്മതമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഒന്നും ചെയ്യില്ല എന്നിങ്ങനെ ജൂഡി ഇപ്പൊ പറയുന്നുണ്ട്. ഇപ്പൊ ഇത് കേട്ടിട്ട് ജനറൽ പറയാണ്, നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിന് തടസ്സമാവുന്ന രീതിയിൽ ഞാനൊന്നും ചെയ്യില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ രണ്ടുപേരും ആ ഒരു ഡീലിൽ എത്തിയിട്ടുണ്ട്. എന്നിട്ട് ജോൺ റൂത്ത് വരുന്നതും കാത്ത് ആ ഒരു ബിൽഡിംഗിൽ അവരങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ സമയം ഒരുപാട് കടന്നുപോയി. അകലെ നിന്നും ജോൺ റൂത്തിന്റെ ആ ഒരു കുതിരവണ്ടി വരുന്നത് ജോ ഗേജ് ഇപ്പോ ആ ഒരു ജനൽ വഴി കാണാണ്. ഈ ഒരു ബിൽഡിംഗിന്റെ പല ഭാഗത്തും ഗണ്ണുകൾ ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം അവർ പ്ലാൻ ചെയ്തിട്ടുള്ള പോലെ ഓരോരുത്തരും അതാത് സ്ഥാനത്ത് പോയിട്ട് ഇരിക്കുകയാണ്. ഡെയ്സിയുടെ ബ്രദറായിട്ടുള്ള ജോഡി ഈ ഒരു ബിൽഡിംഗിന്റെ ബേസ്മെന്റിലേക്ക് പോയി ഒളിച്ചിട്ടുണ്ട്. പക്ഷേ അവർ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മേജർ മാർക്യൂസും ഷെറീഫ് ആവാൻ പോകുന്ന ക്രിസും ജോൺ റൂത്തിന്റെ കൂടെ വന്നിറങ്ങുമെന്ന് അവർ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഇവിടെ വെച്ചിട്ട് ഈ ഒരു ഫ്ലാഷ് ബാക്ക് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ കാണുന്നത് ആ ഒരു ബിൽഡിംഗിൽ ഉണ്ടായിരുന്ന ഒരു ബെഡിന്റെ മുകളിൽ മേജർ ഇപ്പൊ ഇങ്ങനെ കിടക്കുകയാണ്. വെടികൊണ്ടിട്ട് മേജറിന്റെ ബോഡിയിൽ നിന്ന് ഒരുപാട് ബ്ലഡ് ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. ക്രിസ് ഇപ്പോ മേജറിന്റെ സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ട്. രണ്ടുപേരുടെയും കയ്യിൽ ഓരോ ഗണ്ണുകളുണ്ട്. അവനെ ഓസ്വാൾഡ് ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ ക്രിസിന്റെ മേത്തുനിന്നും ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ട്. ക്രിസ് ഇപ്പോ ആ ഒരു ബെഡിനടുത്ത് തന്നെ ഒരു ചെയറിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഡെയ്സിയുടെ നേരെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗണ്ണ് ഇങ്ങനെ ചൂണ്ടുന്നുണ്ട്. മേജർ ഉറക്കെ വിളിച്ച് പറയാണ്, ബേസ്മെന്റിൽ ഇരിക്കുന്ന നമ്മുടെ ഫ്രണ്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ബേസ്മെന്റിന്റെ ആ ഒരു ഡോർ തുറന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ആ 2 ഗണ്ണുകളും ഇപ്പൊ മേലേക്ക് ഇടുക. അതല്ലാതെ എന്തെങ്കിലും അഭ്യാസം കാണിക്കാനാണ് പരിപാടിയെങ്കിൽ ഇവളെ ഇപ്പൊ തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലും എന്നിങ്ങനെ ഉറക്കെ വിളിച്ച് പറയാണ്. ഇപ്പൊ ഇത് കേട്ടിട്ട് ബേസ്മെന്റിൽ ഉണ്ടായിരുന്ന ജൂഡി അവളെ ഒന്നും ചെയ്യരുത്, ഞാനിപ്പോ കയറി വരാന്ന് പറഞ്ഞിട്ട് ആ ബേസ്മെന്റിന്റെ ഡോർ തുറന്നിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന 2 ഗണ്ണുകളും ഇപ്പൊ മേലേക്ക് ഇടുകയാണ്. നിന്റെ 2 കൈകളും മേലേക്ക് പൊക്കി പിടിച്ചിട്ട് ഇപ്പൊ കയറി പോരെ എന്നിങ്ങനെ മേജർ വിളിച്ച് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ജൂഡി മെല്ലെ മേലേക്ക് കയറി വരികയാണ്. അവനെ കണ്ടപ്പോ ഡെയ്സിക്ക് ഒരു ആശ്വാസം വന്നുണ്ട്. ഡെയ്സി ഇപ്പോ അവനെ നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ്. ജൂഡി ആണെങ്കിൽ മെല്ലെ തിരിഞ്ഞിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയാണ്, നീ പേടിക്കണ്ട, നിന്നെ രക്ഷിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് പറഞ്ഞു തീർന്ന അതേ സമയത്ത് തന്നെ മേജർ അവന്റെ തലയ്ക്ക് തന്നെ ഷൂട്ട് ചെയ്യാണ്. വെടികൊണ്ടിട്ട് ജൂഡിയുടെ തലയിൽ നിന്നും ഒരുപാട് ബ്ലഡും മാംസ കഷ്ണങ്ങളും ഡെയ്സിയുടെ മുഖത്തേക്ക് തന്നെ തെറിക്കുകയാണ്. ഡെയ്സി ഇപ്പൊ അലറി കരയാണ്. അവളുടെ മേത്തേക്ക് തെറിച്ചു വീണ ആ ഒരു ബ്ലഡും കാര്യങ്ങളൊക്കെ അവളുടെ മുഖത്തുനിന്ന് ഇങ്ങനെ തുടച്ച് ഒഴിവാക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഇപ്പൊ മേജർ ജോയെ വിളിച്ച് പറയുന്നുണ്ട്, ആ ഒരു ബേസ്മെന്റിന്റെ ഡോറങ്ങ് അടച്ചേക്ക്. ഇത് കേട്ടിട്ട് ജോ അവിടുന്ന് നടന്നു വന്നിട്ട് ആ ഒരു ഡോർ അടയ്ക്കുകയാണ്. ജോ ആ ഒരു ഡോറൊക്കെ അടച്ചിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാനിങ്ങനെ നിൽക്കണോ അതോ എവിടെയെങ്കിലും പോയി ഇരിക്കട്ടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ മേജർ പറയാണ്, ആ ഇരുന്നോളൂ എന്ന് പറയുന്നുണ്ട്. ജോ ഇപ്പം എല്ലാം നടന്നിട്ട് ടേബിളിന്റെ അടുത്തുള്ള ആ ഒരു കസാര വലിച്ചിട്ടിട്ട് അതിലങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ഈ ടേബിളിന്റെ അടിഭാഗത്തായിട്ട് അവർ നേരത്തെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു ഗൺ ഉണ്ടായിരുന്നു. ഇത് ക്രിസും മേജറും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവസരം കിട്ടുകയാണെങ്കിൽ ആ ഒരു ഗൺ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് ജോ ഗേജ് അവിടെ ഇരിക്കുന്നത്. ഡെയ്സി ഇപ്പൊ ഉറക്കെ വിളിച്ചു പറയാണ്, ക്രിസ്
എനിക്ക് നിന്നോടാണ് സംസാരിക്കാനുള്ളത്. ഞങ്ങളെല്ലാവരും ജൂഡി ഡൊമാങ്ക്രോ ഗ്യാങ്ങിൽപ്പെട്ട ആൾക്കാരാണ്. നീ റെഡ് റോക്കിന്റെ ഷെരീഫ് ആവാൻ വേണ്ടി പോവാന്നല്ലേ പറഞ്ഞത്? ആ ടൗണിനെ രക്ഷിക്കാനായിട്ട് നിനക്ക് ഇതാണ് ഏറ്റവും നല്ലൊരു സമയം. കാരണം എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഒരു പക്ഷേ ഇവർക്ക് ഇവിടെ നിന്ന് എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രിക്കോഷൻ എന്ന നിലയിൽ 15 കില്ലേഴ്സിനെ ജൂഡി റെഡ് റോക്കിലേക്ക് വിട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് എന്നെ രക്ഷിക്കാൻ കഴിയാതെ ഇവരെല്ലാവരും മരിച്ചു പോവുകയാണെങ്കിൽ റെഡ് റോക്കിലേക്ക് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്ന ആ ഒരു സമയത്ത് അവര് റെഡ് റോക്ക് ആക്രമിക്കും. എന്നിട്ട് ആ ഒരു ടൗണിലുള്ള എല്ലാരെയും ഈ ഒരു 15 കില്ലേഴ്സ് കൊടൂരമായി കൊല്ലും. അത് നടക്കണ്ട എന്നുണ്ടെങ്കിൽ ബെഡിൽ കിടക്കുന്ന ആ നീഗ്രോയെ വെടിവെച്ച് കൊന്നിട്ട് നീ എന്റെ കൂടെ നിൽക്ക്. ജൂഡി ഡൊമാങ്ക്രോ മരിച്ചുപോയ സ്ഥിതിക്ക് ഡൊമാങ്ക്രോ ഗ്യാങ്ങിന്റെ തലവൻ ഇപ്പൊ ഞാനാണ്, അല്ലെ ബോയ്സ്? ഇപ്പൊ ഓസ്വാളും ജോയും തന്നെ തലകുലുക്കി അത് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്രിസ് ഇവിടുന്ന് നമ്മളെ രക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് അവൻ എന്ത് കൊടുക്കാനായിട്ട് പറ്റും? എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ മേജർ അയാളുടെ കയ്യിലിരുന്ന ഗണ്ണ് വെച്ചിട്ട് ഡെയ്സിയുടെ കാലിലേക്ക് എന്നെ ഷൂട്ട് ചെയ്യാണ്. ഡെയ്സി കിടന്ന് അലറി വിളിക്കുന്നുണ്ട്. ഇപ്പൊ ക്രിസ് പറയുന്നുണ്ട്, മേജർ അവർക്ക് എന്താ പറയാനുള്ളതെന്ന് ഞാനൊന്ന് കേൾക്കട്ടെ. കേട്ടിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് ക്രിസ് ഇപ്പോ മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ്. ഓസ്വാൾ ഇപ്പൊ വിളിച്ചു പറയാണ്, ഈ മരിച്ചുപോയ ബോബിന്റെ ബോഡി ഞങ്ങൾ നിനക്ക് തരാം. അവന്റെ തലയ്ക്ക് ഗവൺമെന്റ് വിലയിട്ടിരിക്കുന്നത് $12,000. നീ എന്നെ വെടിവെച്ചതുകൊണ്ട് തന്നെ എന്റെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ബ്ലഡ് പോയിട്ടുണ്ട്. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മരിച്ചു പോകും. എന്റെ ബോഡി നിനക്ക് എടുക്കാം. എന്റെ തലയ്ക്ക് $15,000 ഗവൺമെന്റ് ഇട്ടിട്ടുള്ളത്. ഇത് പറഞ്ഞു തീർന്നപ്പോ തന്നെ ഓസ്വാളിനെ മേജർ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ട്. ഇവരുടെ കണ്ണു തെറ്റിയ ആ ഒരു സമയത്ത് ജോ ആ ഒരു ടേബിളിന്റെ അടിയിലുണ്ടായിരുന്ന തോക്ക് കയ്യിലെടുക്കാണ്. അവൻ മേജറും ക്രിസും ഇരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയ ആ ഒരു സമയത്ത് ക്രിസും മേജറും കൂടിയിട്ട് ഇപ്പൊ അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലാണ്. മേജർ അയാളുടെ കണ്ടെടുത്തിട്ട് ഡെയ്സിയുടെ നേരെ ഇങ്ങനെ ചൂണ്ടുന്നുണ്ട്. ഇപ്പൊ ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ഗണ്ണിലെ ബുള്ളറ്റ് തീർന്നിട്ടുണ്ടായിരുന്നു. ക്രിസിന്റെ കയ്യിൽ മാത്രമാണ് ഇപ്പൊ ഗണ്ണുള്ളത്. അതുകൊണ്ട് തന്നെ മേജർ ഇപ്പൊ നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട്. എന്നിട്ട് ക്രിസിനെ നോക്കിയിട്ട് പറയാണ്, എന്റെ ആ ഒരു ഗണ്ണും കൂടി കൊണ്ടാ എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അവൻ മേജറിനെ നോക്കി ഒന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്നിട്ട് ഡെയ്സിയുടെ നേരെ തിരിയുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഡെയ്സി ഇങ്ങനെ പേടിച്ച് നിലവിളിക്കുന്നുണ്ട്. ഇപ്പൊ ക്രിസ് ആ ഒരു ചെയറിന്റെ മുകളിൽ ഇരുന്നിട്ട് ഡെയ്സിയോട് വിളിച്ച് പറയാണ്, നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? ഇനി നീ പറ എന്നിങ്ങനെ പറയുന്നുണ്ട്. ക്രിസ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചിന്തിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ മേജറിന് നല്ല രീതിയിൽ പേടിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. മേജർ ഇപ്പൊ ഉറക്കെ വിളിച്ച് പറയാണ്, അവരങ്ങനെ പല കാര്യങ്ങളും പറയും, നീ അതിലൊന്നും വീഴരുത് എന്നിങ്ങനെ പറയാണ്. ഇവർ പറയുന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് മേജർ എന്നിങ്ങനെ ക്രിസ് പറയാണ്. ഇതുകൂടി കേട്ട് കഴിഞ്ഞപ്പോ മേജറിന് നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്. മേജർ ഒരു സംശയത്തോടെ ക്രിസിനെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇപ്പൊ ക്രിസ് വിളിച്ച് പറയാണ്, ജൂഡി ഡൊമാങ്ക്രോ അവന്റെ തലയ്ക്ക് ഗവൺമെന്റ് ഇട്ടിട്ടുള്ളത് $50,000. കൂടാതെ ഡെയ്സി നിന്നെയും കൂടി കൊന്നിട്ട് ബാക്കിയുള്ളവരുടെ എല്ലാ ശവശരീരങ്ങളും കൂടിയിട്ട് റെഡ് റോക്കിൽ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ലാഭം ഇരട്ടിയായിരിക്കും. അപ്പോ എനിക്ക് അങ്ങനെ ചെയ്യുന്നതല്ലേ കുറച്ചും കൂടി ലാഭം എന്നിങ്ങനെ ക്രിസ് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഡെയ്സി പറയാണ്, നീ ഒരുപാട് സ്വാർത്ഥനാവുന്നുണ്ടല്ലോ. നീ എന്നെ കൊല്ലുകയാണെങ്കിൽ റെഡ് റോക്കിൽ വെയിറ്റ് ചെയ്യുന്ന ആ ഒരു 15 കില്ലേഴ്സ് അവർ നിന്നെ കണ്ടുപിടിച്ച് കൊന്നു കളയും. അതല്ല ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നിന്നെ ഒന്നും ചെയ്യില്ല. അത് മാത്രമല്ല ഈ മഞ്ഞ് കൊടുങ്കാറ്റിന് ശേഷം പുറത്തിപ്പോ നല്ല രീതിയിൽ മഞ്ഞ് വീട് കിടക്കുന്നുണ്ടാവും. നിന്റെ കയ്യിലുള്ള എത്ര കുത്തികൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇവിടുന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ശവശരീരം നിനക്ക് ഒരിക്കലും റെഡ് റോക്കിൽ എത്തിക്കാനായിട്ട് കഴിയില്ല. നീ സ്ലോ ആവും. ആ ഒരു സമയം മതി റെഡ് റോക്കിൽ വെയിറ്റ് ചെയ്യുന്ന ആ ഒരു 15 കില്ലേഴ്സ് നിന്നെ തേടി കണ്ടുപിടിക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഡീലിന് നീ കൂടെ നിന്നോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ക്രിസ് ഇപ്പൊ അവളെ നോക്കിയിട്ട് ചിരിക്കുകയാണ്. നിന്റെ ഡീലിന് ഞാൻ കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ റെഡ് റോക്കിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നീ പറയുന്ന ആ ഒരു 15 കില്ലേഴ്സ് അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് എന്നുള്ളത് ഞാൻ വിശ്വസിക്കണം. നിന്നെ പോലെ ഒരു കൊടും ക്രിമിനൽ തൂക്കുകാരെന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും പറയും. അതൊക്കെ വിശ്വസിക്കാനായിട്ട് ഞാൻ മണ്ടനല്ല എന്നിങ്ങനെ ക്രിസ് പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോ മേജർ ഉറക്കെ ചിരിക്കുകയാണ്. ക്രിസ് ഇപ്പോ ഡെയ്സിയുടെ അടുത്തേക്ക് ഇങ്ങനെ വേച്ച് വരുന്നുണ്ട്. എന്നിട്ട് അവളോട് പറയാണ്, ഇനിയിപ്പോ നീ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെങ്കിൽ തന്നെ നിനക്കറിയോ എന്റെ അച്ഛൻ സിവിൽ വാറിന് വേണ്ടിയിട്ട് 400 പട്ടാളക്കാരെ റീഡ് ചെയ്തിട്ട് ഒരു യുദ്ധത്തിന് പോയ ആളാണ്. അങ്ങനെ ഒരു മനുഷ്യന്റെ മകനായിട്ടുള്ള ഞാൻ നീ പറയുന്ന ഈ ഒരു 15 കൊള്ളക്കാരെ പേടിച്ചിട്ട് ഒരു കൊടും ക്രിമിനൽ ആയിട്ടുള്ള നിന്റെ കൂടെ ഞാൻ നിൽക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഇവൻ ഈ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് അവന്റെ ശരീരത്തിൽ നിന്നും ഒരുപാട് ബ്ലഡ് പോയതുകൊണ്ട് തന്നെ അവൻ ബോധം കെട്ട് നിലത്തേക്ക് വീഴാണ്. ഡെയ്സി ഇത് കണ്ടിട്ട് അവന്റെ തോക്കെടുക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മേജർ ആണെങ്കിൽ ഇപ്പൊ നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട്. മേജർ ഇപ്പൊ ക്രിസിനെ ഉറക്കെ വിളിക്കുന്നുണ്ട്. പക്ഷേ അവനതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവൻ ബോധം കെട്ടിട്ട് തറയിൽ ഇങ്ങനെ കിടക്കാണ്. ഡെയ്സി ആണെങ്കിൽ അവിടെ നിന്ന് എണീറ്റ് പോയിട്ട് അവളുടെ തൊട്ടടുത്തായിട്ട് കിടക്കുന്ന ജോയുടെ തോക്ക് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ജോൺ റൂത്തിന്റെ കൈയുമായിട്ട് അവളുടെ കൈ വിലങ്ങിട്ട് വെച്ചുകൊണ്ട് തന്നെ അവൾക്കൊരു പരിധി കൂടുതൽ ദൂരത്തേക്ക് നീങ്ങാനായിട്ട് പറ്റുന്നില്ല. ഇപ്പൊ അയാളുടെ ബോഡി വലിച്ചുകൊണ്ട് തന്നെ ഡെയ്സി ഇങ്ങനെ പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ തൊട്ടടുത്തായിട്ട് ഒരു ഭിത്തിയിൽ തൂക്കിയിട്ടുണ്ടായിരുന്ന ഒരു വലിയ വാള് അവൾ കാണാണ്. ആ ഒരു വാളെടുത്തിട്ട് ജോൺ റൂത്തിന്റെ കൈ ഇങ്ങനെ വെട്ടി മുറിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു തോക്കിന് നേരെ അവൾ ഇങ്ങനെ ചാടി വീഴാണ്. തോക്കിൽ അവളുടെ കൈ എത്തുന്നതിന്റെ തൊട്ട് മുന്നേ ക്രിസ് അവളുടെ കൈക്ക് തന്നെ ഷൂട്ട് ചെയ്യാണ്. ഡെയ്സി ഇപ്പൊ തിരിച്ച് നിലത്തേക്ക് വീഴാണ്. മേജറിന് ഇപ്പൊ സമാധാനമാവുന്നുണ്ട്. ക്രിസ് ഇപ്പൊ വിളിച്ചു പറയാണ്, ഞാൻ അത്ര പെട്ടെന്ന് മരിച്ചു പോകുന്ന നീ വിചാരിച്ചോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു തൂണിന്റെ സൈഡിലായിട്ട് അവൻ ഇങ്ങനെ ചാരി ഇരിക്കുകയാണ്. ഡെയ്സിയുടെ തലയ്ക്ക് തന്നെ ഷൂട്ട് ചെയ്യാനായിട്ട് അവൻ ഗണ്ണിങ്ങനെ പോയിന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മേജർ വിളിച്ചു പറയാണ്, ജോൺ റൂത്ത് വേട്ടയാടി പിടിച്ചിട്ടുള്ള മൃഗങ്ങള് ബുള്ളറ്റ് കൊണ്ടല്ല തീരേണ്ടത്, അവരെ തൂക്കുകയറിലാണ് തീർക്കേണ്ടത്. ഇപ്പൊ മേജറും ക്രിസും കൂടിയിട്ട് ഡെയ്സിയുടെ കഴുത്തിൽ ഒരു കുരുക്കിട്ടിട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ച് അവളെ തൂക്കി കൊല്ലാണ്. ക്രിസ് ഇപ്പൊ വിളിച്ചു പറയാണ്, ഞാൻ റെഡ് റോക്കിന്റെ ഷെരീഫ്. ഡെയ്സി ഒരു കൊടും കുറ്റവാളി. ഇവളെ തൂക്കിലേറ്റാനുള്ള വിധി ഞാൻ ഇവിടെ നടപ്പിലാക്കുകയാണ്. ഡെയ്സി ആ ഒരു കയറി കിടന്നിട്ട് ഒരുപാട് നേരം പിടച്ചിട്ട് അവളിപ്പോ മരിക്കുകയാണ്. ക്രിസും മേജറും ഇത് കണ്ടിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ ക്രിസ് മേജറിനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിലുള്ള എബ്രഹാം ലിങ്കൺ എഴുതിയിട്ടുള്ള ആ ലെറ്റർ എനിക്കൊന്ന് വായിക്കാനായിട്ട് തരുമെന്ന് ചോദിക്കുന്നുണ്ട്. മേജർ ഇപ്പൊ ചിരിച്ചിട്ട് ആ ഒരു ലെറ്റർ എടുത്തിട്ട് അവന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ക്രിസ് ആ ഒരു കത്തിപ്പോ ഉറക്കെ വായിക്കുകയാണ്. പ്രിയപ്പെട്ട മാർക്കിസ്, നിങ്ങൾ ആരോഗ്യവാനായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനും സുഖമായി തന്നെ ഇരിക്കുന്നു. ദിവസത്തിൽ കുറച്ചുകൂടി സമയം ഉണ്ടായിരുന്നെങ്കിൽ നിന്ന്
ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. കാരണം ചെയ്യാൻ അത്രയധികം കാര്യങ്ങളുണ്ട്. ലോകം സാവധാനത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉറപ്പായും നിങ്ങളെപ്പോലുള്ളവരാണ് ആ ഒരു മാറ്റം കൊണ്ടുവരുന്നത്. നിങ്ങളുടെ സൈനിക വിജയങ്ങൾ നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ വംശത്തിന് തന്നെ അഭിമാനകരമാണ്. നിങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുമ്പോഴെല്ലാം ഞാൻ അഭിമാനിക്കാറുണ്ട്. നമുക്കിപ്പോഴും ഒരുപാട് ദൂരം പോകാനുണ്ട്. കൈകോർത്ത് നമ്മൾ അവിടെ എത്തുക തന്നെ ചെയ്യുമെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്റെ ചിന്തകളിലുണ്ട് എന്ന് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭാവിയിൽ നമ്മൾ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരെ ഞാൻ നിങ്ങളുടെ സുഹൃത്തായി തുടരും. എബ്രഹാം ലിങ്കൺ. ഈ ഒരു സീനും കാണിച്ചുകൊണ്ട് ദ ഹേറ്റ്ഫുൾ എയ്റ്റ് എന്ന സിനിമ ഇവിടെ തീരുകയാണ്. എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾക്ക് ഇഷ്ടമായോ? എനിക്ക് ഈ ഒരു സിനിമ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. 3 മണിക്കൂർ റൺ ടൈം ഉള്ള ഒരു സിനിമയാണെങ്കിൽ പോലും അരമണിക്കൂർ കൊണ്ട് കണ്ടു തീർത്ത ആ ഒരു ഫീലേ തോന്നുള്ളൂ. കാരണം അത്രയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.